ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഈശോ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഈശോട്ടൻ അവൻ്റെ പപ്പൻ്റെ വീട്ടിൽ ഫസ്റ്റത്തെ നോമ്പറാണിത്. അങ്ങനെ ഞങ്ങൾ വന്നത് കണ്ടപ്പോൾ സിനിമ നാത്തൂൻ്റെ മോളാണ്, അവൾ വേഗം മാറ്റിയാണ്. ഞങ്ങൾ വരുന്നത് ഇവരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറയാതെ വന്നാണ്. അങ്ങനെ ഈ ഷൂട്ടിനെ അടുത്തെടുക്കാൻ കൂടെ കുറേ ആളുണ്ട്. നാത്തൂന് തേങ്ങ അമ്മയിലരിക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊന്ന് അരിക്കാൻ തോന്നി. അങ്ങനെ ഞാനും ജസ്റ്റ് ഒന്ന് വാങ്ങി ഒന്ന് അരിച്ചു നോക്കി. ഈ ഷൂട്ട് ഫുൾ ഹാപ്പിയാണ്. അവരെ കയ്യിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുകയാണ്. നാത്തൂൻ പിന്നെ പത്തിരി പരത്താൻ വേണ്ടിയിട്ട് നിന്ന്. ആ സമയം ഞാൻ വിചാരിച്ചു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങക്ക് തോലൊക്കെ ചെത്തിങ്ങാടി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വിചാരിച്ചു. അരിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ നിന്നപ്പോൾ സിനിമോൾ പറഞ്ഞ് അവൾ ജ്യൂസ് അടിച്ചോളായിരുന്നു കണ്ട് ഇന്ത്യ നിന്ന് വാങ്ങാണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചട്ടിപ്പത്തിരിയാണ് പിന്നെ ഉണ്ടാക്കുന്നത്. ഒക്കെ നാത്തൂനാണ് വെക്കുന്നത്. ബിരിയാണി ബിരിയാണി വെക്കുകയാണ് ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പോൾ മക്കൾക്ക് പിന്നെ ബ്രെഡ് പോക്കറ്റ് വേണം. അവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബ്രെഡ് പോക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ബ്രെഡ് പോക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ നോമ്പുറക്കാൻ സമയമായി. അപ്പോൾ സാബത്ത് ജ്യൂസൊക്കെ എടുത്തിട്ട് ഒക്കെ റെഡിയാക്കി. അപ്പോൾ സിന്ത മാമി വീഡിയോ എടുക്കല്ലേ ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട് കണ്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ അവൾ ജ്യൂസൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ പിന്നെ അവൾ എണ്ണി നോക്കുകയാണ് എത്ര എണ്ണ കൊണ്ടുവച്ചത്, അങ്ങനെയൊക്കെ റെഡി ആണോ എന്നൊക്കെ നോക്കി. പിന്നെ ചട്ടിപ്പത്തിരിയും ബ്രെഡ് പോക്കറ്റൊക്കെ ആയിരുന്നു. ഞങ്ങൾ റാത്തായിട്ട് നോമ്പൊക്കെ തുറന്ന്. ഇതാണ് എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ്, നാത്തൂൻ്റെ മക്കളാണ്. ഞാൻ വന്നാൽ പിന്നെ അവരാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എപ്പോഴും. പിന്നെ ഞങ്ങൾ പത്തിരിയും കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ ചോറ് പാത്രത്തിലാക്കി തന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കഴിച്ചോളി പറഞ്ഞുകൊണ്ട് പത്തിരിയും കറിയും കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അങ്ങനെ വീട്ടിലെത്തി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കായിരുന്നത്. നോമ്പ് 4 ഇതാക്കണം ഇവിടെ കഴിഞ്ഞ്.